കുറേ ദിവസമായി ബാംഗ്ലൂരുള്ള ചേട്ടനെ വിളിച്ചിട്ട് ഇന്ന് എന്തായാലും ഒന്നൊരു വീഡിയോ കോൾ ചെയ്ത് നോക്കണം. വാട്സാപ്പിൽ കൂടെ നമുക്കൊരു വീഡിയോ കോൾ ചെയ്ത് നോക്കി പുള്ളി എന്താണ് അവിടെ പരിപാടി എന്ന് അറിയണം. കാരണം കുറേ ദിവസമായി വിളിച്ചിട്ട് ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, ഇപ്പം ചുമ്മാ അവിടെ ഫ്ലാറ്റ് ഇരിക്കുകയായിരിക്കും, വർക്ക് ഫ്രം ഹോം ആണ് ഇപ്പം. സോ എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഉണ്ടോ വീഡിയോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടോയെന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. അപ്പം നമുക്ക് ഞാൻ ചേട്ടനൊന്ന് വിളിച്ച് നോക്കട്ടെ വാട്സാപ്പിൽ. ഹലോ, കേക്കാലല്ലേ? എന്താണ് പരിപാടി ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട്? അപ്പൊ ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കും, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണ്ടേ? ചുമ്മാ വീട്ടിൽ ഇരിക്കയില്ല എന്തായാലും. എന്താണ് പ്ലാൻ? ഞാൻ കുറച്ച് ദിവസം 2-3 വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നമുക്ക് കാശ്മീരി ചിക്കൻ കറി എല്ലാ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സാധനമൊക്കെ എന്നാ പിന്നെ അത് ഉണ്ടാക്ക്, ഒരു വ്ളോഗായിട്ട് ചെയ്യാം. ഓക്കെ, എപ്പ ചെയ്യും? അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാൻ ഇവിടെ നിന്ന് പറയണ കൺട്രാക്ട് അനുസരിച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കുക്ക് ചെയ്യും. വെറും കറി മാത്രം കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പം കാശ്മീരി ചിക്കൻ കറിയും ബട്ടർ നാൻ അല്ലേ? അതാ വെറും നാണാ? ബട്ടർ നാൻ. ഓക്കെ. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, വീഡിയോ കോൾ ചെയ്തപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ്. അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നു, ചേട്ടൻ ബാംഗ്ലൂരിൽ നിന്നൊരു കുക്കിംഗ് വീഡിയോ, അതായത് ചെയ്യാൻ പോകുന്ന മനസ്സിലായില്ലേ, കാശ്മീരി ചിക്കൻ കറിയും ഒരു ബട്ടർ നാനിന്റെയും ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക മാത്രം പോരാ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റും. സോ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഇന്നിവിടെ ബട്ടർ നാനും കാശ്മീരി ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നാൻ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ നടത്തുന്നത്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളം എടുത്ത് മാറ്റി വെക്കുകയാണ്. ഇത് ഈസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈസ്റ്റ് ഇട്ടു. ഇതൊരു 2 മിനിറ്റ് നമുക്ക് വെക്കണം. ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. 1 കപ്പ് മൈദ എടുത്തു ഞാൻ. ഇത് ഏകദേശം ഒരു 3 എണ്ണത്തിന് കഴിയും. പിന്നെ ഒരു 1/4 സ്പൂൺ പഞ്ചസാരയും 1/4 സ്പൂൺ ഉപ്പും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ്, ബട്ടർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമുക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈസ്റ്റിന് പകരം നമുക്ക് ബേക്കിംഗ് സോഡയും യൂസ് ചെയ്യുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആവണം, അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് തീരെ കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഇടുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുമല്ലോ. സോഫ്റ്റ് ആയതിനു ശേഷം നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാം. കവർ ചെയ്യാനായിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് ഫുഡ് കവർ ചെയ്യുന്ന പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പ്ലേറ്റ് വെച്ച് അടച്ചു വെക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കാനോ ശ്രമിക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വച്ചേക്കണം. കൂടിയാൽ അത്രയും നല്ലത്. ഞാനിവിടെ 2 മണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷവും ഞാൻ ചെറുതായിട്ടൊന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച്
ബട്ടറിൽ ചിയ സീഡും പിന്നെ മല്ലിയിലയും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാന് ചൂടാക്കാൻ വെക്കുകയാണ്. പാന് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്കും അല്ലാതെ ഇരുമ്പിൻ്റെ പാന് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് 2 രീതിയിൽ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഇത് കുറച്ച് യൂസ്ഡ് ആയിട്ടുള്ള പാൻ ആയതുകൊണ്ട് തന്നെ ഇത് നോൺ സ്റ്റിക്ക് എന്ന് പറയാൻ പറ്റില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് ഇത് 3 ഉരുളകളാക്കി മാറ്റി നമുക്ക് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ഉരുളകളായി റെഡിയാക്കി എടുക്കാം. മൂന്നെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി അത് നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒട്ടുന്നുണ്ടോ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൊടി നമുക്ക് തൂവി കൊടുക്കാം. പരത്തുമ്പോൾ തീരെ തിന്നായിട്ട് പരത്തി എടുക്കാതിരിക്കുക, കുറച്ച് കട്ടി ഉണ്ടാവണം. പരത്തി എടുത്തേക്കാണ്. ചപ്പാത്തിയുള്ള റൗണ്ട് ഷേപ്പ് വരണമെന്നില്ല. ഞാൻ മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ 3 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുപോലെ തന്നെ ബട്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം നമുക്ക് ഈ റൊട്ടിയുടെ ഒരു സൈഡും മാത്രം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് പാനിലേക്ക് ഇടുക. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ഈ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. കാര്യം നമ്മൾ വെള്ളം തേച്ച് കൊടുത്താൽ തന്നെയും നോൺ സ്റ്റിക്കിൽ അത് ഒട്ടിയിരിക്കത്തില്ല. അതുകൊണ്ടിട്ട് എന്താ ചെയ്യാൻ വേണ്ടത്, നമുക്ക് ചപ്പാത്തി ചുരുമ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പം അത് പൊള്ളി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പൊള്ളി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ മിക്സർ ഉണ്ടല്ലോ അത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് ചപ്പാത്തി ചുരുമ്പോൾ നമ്മൾ മറിച്ചത് അതുപോലെ നമുക്ക് മറിച്ചിട്ടിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് നോൺ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇരുമ്പിൻ്റെ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രം യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ വെള്ളം ഒരു സൈഡിൽ വെള്ളം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പാനിലേക്ക് ഇടുക. അത് പൊള്ളി വരുന്നത് കാണാം നമുക്ക്. അത് പൊള്ളി വന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അതിലേക്ക് നമ്മുടെ നെയ്യും ചിയ സീഡും മല്ലിയിലയും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നല്ല മണമാണ് കേട്ടോ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പാനോട് കൂടി തന്നെ മറിച്ച് ഫ്ലെയിമിലേക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം തേച്ചത് കൊണ്ടിട്ട് അത് ഒട്ടിയിരിക്കും. നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഒട്ടിയിരിക്കത്തില്ല. ഇതുപോലെ നമുക്ക് ഫ്ലെയിമിൽ കാണിച്ച് നമുക്ക് തന്തൂറാക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ ഒരെണ്ണം കൂടി നമ്മുടെ ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് കാണിച്ചു തരാം. ഒന്നും കൂടെ ഉള്ളി വന്നിട്ടുണ്ട്. അതിലേക്ക്
തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പാനിൽ മറിച്ച് ഫ്ലെയിമിൽ ഒന്ന് ചുട്ടെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബട്ടർ നാൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം. കാശ്മീരി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. സോ അതിന് വേണ്ടി സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഏകദേശം 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് കാഷ്യൂ നട്ട്, പിന്നെ റെഡ് ചില്ലി, ഉണക്ക മുളക്, 2 ചെറിയ സവാള, പിന്നെ വെളുത്തുള്ളി ചതച്ചത്. മല്ലിയില നമുക്ക് അവസാനം ചേർത്താൽ മതിയാവും. നമുക്ക് 2 പേസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടതുള്ളത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണഗതിക്ക് നമ്മൾ ബ്രൗൺ നിറം വരുന്നവരെ സവാള വഴറ്റിയെടുക്കാറുണ്ട്. അത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സവാള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത് ഒന്ന് കുക്കായി കിട്ടുന്ന ഒരു ഇത് മതിയാവും. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഫോം. ആ നേരത്തെ ഞാൻ നമ്മുടെ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പേസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ചില്ലിയും ഈ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വറ്റൽമുളക് എടുത്തത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളമാണോ എരിവ് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതാ സവാള റെഡിയായാൽ അതിലേക്ക് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1/2 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. ബോൺലെസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിത്ത് ബോണും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എണ്ണയും സവോളയും എല്ലാം നന്നായിട്ട് അതിൽ ചിക്കനിൽ നന്നായിട്ട് ചേരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് രണ്ടാമത്തെ പേസ്റ്റ് ഈ സമയം കൊണ്ട് തയ്യാറാക്കി വയ്ക്കാം. അതിനായിട്ട് കാഷ്യൂ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കിട്ടുന്നത്. നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ചിക്കൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അടി പിടിക്കാണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ച് ജീരകം പൊട്ടിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചേർത്ത് അതിലേക്ക് ജീരകം ഇടുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ രണ്ടാമത് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി കുറച്ച് മുളക് പൊടി നമ്മൾ ചിക്കനിലേക്ക് ചേർക്കും. ആ ചേർക്കുന്ന സമയത്തേക്ക് ഇതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ രണ്ടാമതത്തേക്ക് മാറ്റി വെച്ചത്. ഇത് ആദ്യം ചെയ്യുന്നത് യാതൊരു ദോഷം ഇല്ല. ഓക്കെ, ഇനി ചിക്കൻ ഹാഫ് ബോയിൽ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാൻ 1.5 സ്പൂണ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. അതും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ചിക്കനിലേക്ക് എല്ലാം പിടിപ്പിക്കുക. അതിനുശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള മുളകും ഗാർലിക്കും ചേർത്തിട്ടുള്ള ആ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക.
ഓരോ 2 മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർക്കുക. നല്ല തിക്കായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ചേർക്കാനുള്ളത് രണ്ടാമത്തെ മിക്സായിട്ടുള്ള കാഷ്യൂ അരച്ച് വെച്ചതാണ്. കാഷ്യൂ ചേർക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതായത് കൊണ്ടിട്ട് ബാച്ചിലേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് എരിവ് പോരാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മുളക് പൊടി ചേർക്കാം. കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുന്നു. അതുപോലെ തന്നെ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം കാഷ്യൂ ആയതുകൊണ്ട് തന്നെ കുറച്ച് നല്ല തിക്കായിരിക്കും കറി എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ആ നേരത്തെ ഞാനത് റൊട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. ഞാനൊരു മറ്റൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് കറി എടുക്കുകയാണ് സെർവ് ചെയ്യാനായിട്ട്. കറി എടുത്തതിന് ശേഷം ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ കുറച്ച് മല്ലിയില യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിൻ്റെ മേലിൽ ഗാർണിഷിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ് സാധനം. ഇതുപോലെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പുലാവ് മറ്റൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിത് നല്ലൊരു ലഞ്ച് കോംബോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.